നമസ്കാരം, എല്ലാവർക്കും രശ്മി സരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വറുത്തരച്ച ഉള്ളിത്തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചിരകിയിരിക്കുന്നതെല്ലാം ഒരേ വലിപ്പത്തിലല്ല. അപ്പോൾ നമുക്ക് തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒറ്റ തവണ മാത്രം ഒന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ തേങ്ങയെല്ലാം ഒരേ വലിപ്പത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്, 5 എണ്ണം. ഇനി കറിക്ക് കുറച്ചും കൂടി ഒരു കളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 2 3 കാശ്മീരി മുളക് അഥവാ പിരിയമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 10 15 എണ്ണം മാത്രം മതിയാകും. ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല. തേങ്ങേൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറിയ പാത്രമല്ലേ, അതുകൊണ്ട് മുളകിൻ്റെ തുമ്പ് തട്ടിയിട്ട് തേങ്ങയൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. മുളക് ഇവിടെ ചൂടായി വന്നിട്ടേ ഉള്ളൂ. 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതേപോലെ ഇളക്കിയെടുക്കുമ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് തേങ്ങ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി കൊടുക്കാം. തീയലിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ലോയിലേക്ക് വെക്കണം, എന്നാൽ മാത്രമേ തീയൽ നന്നായിട്ട് വരുള്ളൂ. അതേപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിലുള്ള തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ തീയലിന് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് സാവധാനത്തിൽ തേങ്ങ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണം. ഇതാണ് തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇവിടെ മുഴുവനായിട്ടുള്ള മല്ലിമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ പൊടിയാണ് ഇടുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്താൽ മതിയാകും. ഇനി പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കരിഞ്ഞു പോകാതെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് പോകുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ച് തേങ്ങ വറുത്തത് കൊണ്ട് തന്നെ തേങ്ങേൻ്റെ അകത്തുനിന്ന് വരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് എണ്ണ കരിഞ്ഞു വരുന്നുണ്ട്. വീണ്ടും സൈഡിലുള്ളതൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ 2-3 തവണയൊന്ന് തുറന്ന് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ടിട്ട് വീണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുള്ള തേങ്ങ കിട്ടും. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ തീയലിനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വാളൻപുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അലിയാനായിട്ട് വെക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ വെള്ളം മാത്രം മതി, ബാക്കിയുള്ള പുളി നമുക്ക് പിഴിഞ്ഞ് കളയാം. ഇതും ഇവിടെ മാറ്റി വെക്കാം. ഉള്ളി നമുക്കൊന്ന് നന്നാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. നന്നാക്കിയതിന് ശേഷം 250 ഗ്രാമാണുള്ളത്. ഇനി ഓരോ ഉള്ളിയും 4-5 ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകൊന്ന് കീറിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല. ആദ്യം ഉള്ളി ഒന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എണ്ണയിലും കൂടി ഇട്ടിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ തന്നെ
ഉള്ളി പകുതി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഉള്ളി വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയലിന് മുകളിലായിട്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇതാണ് തീയലിന്റെ പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതാണ് തീയലിന്റെ കളറും അതേപോലെ തന്നെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തീയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പിന് പകരം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ തേങ്ങ അരച്ചെടുത്തതിന് ശേഷം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുന്നില്ല, അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുക്കാം. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഉള്ളി നന്നായിട്ട് വഴറ്റി മൊരിയിച്ചെടുത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ആ ഒരു ഉള്ളിത്തീയലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.